അല്ലെങ്കിൽ തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ സിനിമകളുണ്ട്. OTT-ലേക്ക് വരുമ്പോൾ അയ്യോ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയിരുന്നേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ജനങ്ങളിലേക്ക് വളരെ നല്ല. ഐ ലവ് യുടാ മോനെ. എന്താ പേര് മോൻ്റെ പേര്? ഷബീർ. അസ്സലാമു അലൈക്കും. ഇരിക്കണം. ഞാനിപ്പോൾ ചെയ്ത സൂപ്പർ ജിംനി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇപ്പം അനുഭവിച്ചൊരു കാര്യമാണ്. നമ്മുടെ മീനാക്ഷി നായികയായ, ഞാൻ ത്രൂ ഔട്ട് വില്ലനായ, ഉഡായിപ്പ് വാർഡ് മെമ്പറായിട്ടുള്ള ഏകദേശം 37 സീൻ എൻ്റെത് വരുന്നുണ്ട്. ഈ ജയകൃഷ്ണൻ ചേട്ടൻ, കോബ്ര രാജേഷ്, 32 ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഇടിവെട്ട് പടം, ഏകദേശം 1 CR അടുപ്പിച്ചെടുത്ത മലയാളപ്പുഴ രാജേഷ് നിർമ്മിച്ച് അനൂപ് പുരുഷോത്ത് ഡയറക്റ്റ് ചെയ്ത സൂപ്പർ ജിംനി കിഡിലം പടമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ച ഇത് മലയാള മനോരമ മാക്സിൽ റിലീസ് ചെയ്തപ്പോൾ അത് ചൂടപ്പം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. OTT-ൽ ഇത് എവിടെയും പോകും. കാരണം ലോകം മൊത്തം മലയാളികളുള്ളിടത്ത് ബിഗ് ബോസിൽ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്ക് ഇതെന്താണെന്ന് നോക്കാനെങ്കിലും OTT കളക്ട് ചെയ്ത്. അപ്പോൾ OTT-ൽ അത് നന്നായി പോകുന്നു. എന്തുകൊണ്ടാണ് തിയേറ്ററിൽ സൂപ്പർ ജിംനി എത്താത്തത്? 1 കോടി രൂപയ്ക്ക് പടം എടുത്തിട്ട് 5 ലക്ഷം പോയിട്ട് ഒരു 3 ലക്ഷം രൂപയുടെ പോലും പ്രൊമോഷനോ പോസ്റ്ററോ റോഡിലുണ്ടായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സൂപ്പർ ജിംനിക്ക് ഇൻ്റർവ്യൂ വന്നതോ ഇതുപോലെ പ്രസ് മീറ്റിന് വന്നതായിരുന്നു നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇല്ലായിരുന്നു. അപ്പോൾ പ്രൊമോഷൻ വർക്ക് ഇല്ലാതെ പോയി. ഇന്ന് സിനിമ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല പ്രൊമോഷൻ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ അത് പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കത് കൂടുതൽ ആക്സസ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. പിന്നെയുള്ളത് റോഡ് നീളെ വഴി നീളെയുള്ള പോസ്റ്ററുകളാണ്. അതിനും പണം വേണം. അപ്പം നമ്മൾ 1 കോടി രൂപയുടെ സിനിമ എടുക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ ഇത് മുഖ്യധാര ജനങ്ങളിലേക്കൊക്കെ എത്തത്തുള്ളൂ. പലപ്പോഴും നല്ല പടങ്ങൾ ക്ലിക്കാവാതെ പോകുന്നത് ഈ നല്ല പടങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തപ്പെടുന്നില്ല. എന്നാൽ OTT-ൽ എത്തുമ്പോൾ അവരുടെ OTT ആപ്പ് ഉള്ളത് കൊണ്ട്, ഹോട്ട്സ്റ്റാർ ആണെങ്കിലും ജിയോ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഉള്ളതുകൊണ്ട് അവർ കൃത്യമായി നോക്കാനും അത് ഈസിയായിട്ട് കളക്ട് ചെയ്യാനും പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ നല്ല ചോദ്യം. ഞാൻ ഇപ്പോൾ അനുഭവിച്ചൊരു കാര്യമാണ് സൂപ്പർ ജിംനി. മരിച്ചു ചെയ്തിട്ട് തിയേറ്ററിൽ ക്ലിക്കായാലും